ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ രേണു ഷെനോയ്. ഇംഗ്ലീഷ് അറിയാത്തതിൻ്റെ പേരിൽ നിങ്ങൾ എപ്പോഴെങ്കിലും നല്ലൊരു റെസ്റ്റോറൻറ്റോ അല്ലെങ്കിൽ ഒരു 5 സ്റ്റാറോ 4 സ്റ്റാർ റേറ്റിങ്ങിലുള്ള ഹോട്ടലോ പോകാതിരുന്നിട്ടുണ്ടോ? അങ്ങനെയുള്ള കുറച്ച് പേരെ എനിക്ക് പേഴ്സണലി അറിയാം കേട്ടോ. ഈ അടുത്ത് അവരുടെ ഓഫീസിൽ നിന്ന് ഒരു ആനുവൽ മീറ്റിംഗ് ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ വെച്ചപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞൊരു കാര്യമാണോ, ഞാൻ പോകുന്നില്ല. കാരണം അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ പെരുമാറുന്ന രീതികളോ അല്ലെങ്കിൽ അവർ പറയുന്ന ചില കാര്യങ്ങളോ എനിക്ക് മനസ്സിലാവില്ല. വെറുതെ എല്ലാവരുടെ മുമ്പിൽ ഒരു നാണക്കേടാവും, ഒരു ഓക്വേർഡ് ഫീലിംഗ്. അതുകൊണ്ട് ഞാൻ പോയില്ല. എന്തിനാണ് നമുക്ക് ഇംഗ്ലീഷ് അറിയാത്തതിൻ്റെ പേരിൽ നമ്മളിങ്ങനെ മാറ്റി വെക്കുന്നത്? അല്ല, എത്രയോ നല്ല ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം. അതുപോലെ ഇവിടെ മിഡിൽ ഈസ്റ്റിലൊക്കെ ഒരുപാട് ഈ ഇഫ്താർ ഡിന്നറൊക്കെ കമ്പനീസ് സ്പോൺസർ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ മിക്കവാറും തന്നെ ഒരു 5 സ്റ്റാർ ഹോട്ടലിലോ അല്ലെങ്കിൽ ഒരു 4 സ്റ്റാർ ഇതിലൊക്കെയാണ് സാധാരണ നടത്താറ്. അപ്പോൾ അവിടെ പോകുമ്പം പെരുമാറുന്ന ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇതിൽ എറ്റിക്കറ്റ്സിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല, പക്ഷേ നമ്മൾ അവിടെ കൂടുതൽ കേൾക്കുന്നതും അല്ലെങ്കിൽ നമ്മൾ പ്രയോഗിക്കേണ്ടിയും വരുന്ന കുറച്ച് വാക്കുകളാണ്, കുറച്ച് ഫെമിലിയർ ആയിട്ടിരിക്കേണ്ട വാക്കുകളെ കുറിച്ച് മാത്രമാണ് ഞാനിന്ന് പറയുന്നത്. എറ്റിക്കറ്റ്സിനെ കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. ആദ്യമേ തന്നെ നമ്മൾ കേൾക്കുന്ന 2 വാക്ക് ഹോട്ടൽ, റെസ്റ്റോറൻറ്റ്. ഇത് തമ്മിൽ വ്യത്യാസമുണ്ടോ? നമ്മൾ സാധാരണ പുറത്തു പോയി ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാമെന്നാണ് പറയാറല്ലേ. പക്ഷേ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഭക്ഷണം കഴിക്കാനും ജ്യൂസ്, വെള്ളം, ഇതുപോലുള്ള ഡ്രിങ്ക്സിനും ഒക്കെ ഉള്ള ഒരു സ്ഥലം മാത്രമാണെങ്കിൽ അതിന് റെസ്റ്റോറൻറ്റ് എന്നാണ് പറയുന്നത്. ഒരു ഹോട്ടൽ എന്ന് പറയുമ്പോൾ അവിടെ താമസ സൗകര്യവും കൂടി മിക്കവാറും തന്നെ കാണും. അപ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ട് മാത്രമാണെങ്കിൽ റെസ്റ്റോറൻറ്റ്, താമസ സൗകര്യവും ഭക്ഷണ സൗകര്യവും ഒക്കെ ഉണ്ടെങ്കിൽ അതിന് ഹോട്ടൽ എന്ന് പറയും. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമില്ല, പക്ഷെ പുറം രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ ഈ വാക്ക് പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ ഒരു ഹോട്ടലിൽ പോകുമ്പോൾ കൂടുതലായിട്ട് കേൾക്കുന്ന കുറച്ച് വാക്കുകളെ കുറിച്ച് പറയാം. റെസ്റ്റോറൻറ്റ് നമുക്ക് പിന്നെ സംസാരിക്കാം. ഹോട്ടലിൽ പോകുമ്പോൾ ഒരു റൂം ബുക്ക് ചെയ്യാനാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കമ്പനിയാണ് നമുക്ക് ഒരു ട്രാവലിനൊക്കെ പോകുമ്പോൾ റൂം ബുക്ക് ചെയ്ത് തരുന്നതെങ്കിൽ നമ്മൾ കേട്ടിട്ടുള്ള 2 വാക്കുകളാണ് ഹോട്ടൽ റൂം, സ്വീറ്റ് റൂം. ഇതിന് പലരും സ്യൂട്ട് എന്നൊക്കെ പറയാറുണ്ട്, പക്ഷെ ഇറ്റ്സ് ആക്ച്വലി സ്വീറ്റ് റൂം. എന്താണ് വ്യത്യാസം? സാധാരണ ഒരു ബെഡൊക്കെ ഇട്ടുള്ള ഒരു മുറിയും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബാത്റൂമും ഒക്കെ ആണെങ്കിൽ ഇതിനെ ഹോട്ടൽ റൂം എന്നാണ് പറയുന്നത്. ഒരാളോ അല്ലെങ്കിൽ 2 പേരോ ഉള്ളപ്പം സാധാരണ ഒരു ഹോട്ടൽ റൂമാണ് ബുക്ക് ചെയ്യാറ്. പിന്നെ വലിയ ബിസിനസ് ട്രിപ്പിനൊക്കെ പോകുമ്പം പലർക്കും അവർ സ്വീറ്റ് റൂം ബുക്ക് ചെയ്തു തരും. അല്ലെങ്കിൽ ഒരു ഫാമിലിയൊക്കെ ആയിട്ടാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നതെങ്കിലാണ് കൂടുതലും സ്വീറ്റ് റൂംസ് ഉള്ളത്. എന്താണ് ഒരു സ്വീറ്റ് റൂം? ഒരു ബെഡ്റൂം ഉണ്ടാവും, പിന്നെ ഒരു സോഫയൊക്കെ ഇട്ടിട്ട് നമുക്ക് കാപ്പിയൊക്കെ കുടിക്കാൻ, ഇരുന്ന് സംസാരിക്കാനൊക്കെ ഉള്ള ചെറിയൊരു ലിവിങ് സ്പേസ് ഉണ്ടാവും. ചില 5 സ്റ്റാർ ഹോട്ടൽസിലൊക്കെ പോകുമ്പം ഡൈനിങ് ടേബിളും ചെയറും ഒക്കെ ഉള്ള ഒരു ഡൈനിങ് സ്പേസും സെപ്പറേറ്റ് ഉണ്ടാവും. പിന്നെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു വാഷ്റൂം. ഇങ്ങനെ സൗകര്യങ്ങളൊക്കെ ഉള്ളതിനെയാണ് സ്വീറ്റ് റൂം എന്ന് പറയുന്നത്. അപ്പോൾ പലരും തന്നെ സ്വീറ്റ് റൂം ബുക്ക് ചെയ്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അറിയാത്തത് കൊണ്ട് തന്നെ വേണ്ട എന്ന് പലരും പറയാറുണ്ട്. പക്ഷേ ഇതാണ് ഡിഫറൻസ്. സാധാരണ ഒരു ഹോട്ടൽ റൂമിലും കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും ഇതുപോലുള്ള സ്വീറ്റ് റൂമിന്, കാരണം സൗകര്യങ്ങളും കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കൂടുതലും ഒരു ഹോട്ടലിലേക്ക് കയറി ചെല്ലുമ്പോൾ കേൾക്കുന്ന കുറച്ച് വാക്കുകളുണ്ട്. അതിലൊന്നാണ് ലോബി. പലർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന 2 വാക്കുകളാണ് ലോബിയും ലൗഞ്ചും. ലൗഞ്ച് എന്നാണ് ആ വാക്ക്. എന്താണ് വ്യത്യാസം? നമ്മൾ കയറി ചെല്ലുന്ന ആ ഒരു എൻട്രൻസും പിന്നെ റിസപ്ഷനിസ്റ്റൊക്കെ ഇരിക്കുന്ന ആ ഒരു റിസപ്ഷൻ ഏരിയയും ഇതൊക്കെ കൂടി പറയുന്നതിനെയാണ് ലോബി എന്ന് പറയുന്നത്. പല 5 സ്റ്റാർ ഹോട്ടലിലും അവർ റിസപ്ഷന് പകരം ലോബി എന്നും യൂസ് ചെയ്യാറുണ്ട്. പ്ലീസ് കം ടു ദ ലോബി ഫോർ ചെക്ക് ഇൻ ആൻഡ് ചെക്ക് ഔട്ട്, അങ്ങനെ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ചെക്ക് ഇന്നും ചെക്ക് ഔട്ടും ഒക്കെ അതിൻ്റെ ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ടാവും. അവിടെ ഒരു സോഫയും ചെയറും ഒക്കെ ഇട്ടിട്ട് നമുക്ക് എല്ലാവർക്കും ആൾക്കാർക്ക് ഒരുമിച്ചിരുന്ന് വെയിറ്റ് ചെയ്യാവുന്ന ഒരു ഏരിയ, അതിനെയാണ് ലൗഞ്ച് എന്ന് പറയുന്നത്. ഒരു വെയിറ്റിംഗ് ഏരിയ തന്നെ. പിന്നെ നമ്മൾ ഇതും ചെക്കിനും ഒക്കെ കഴിഞ്ഞിട്ട് റൂമിലേക്ക് നടന്നു പോകുന്ന ഒരു നാരോ ആയിട്ടുള്ള പാസേജിൽ കൂടിയാണ് മിക്കവാറും നമ്മൾ കടന്നു പോകാറ്. ഇതിനെയാണ് കോറിഡോർ എന്ന് പറയുന്നത്. മിക്കവാറും ഇതിൻ്റെ 2 സൈഡിലും മുറികളോ ലിഫ്റ്റോ ഒക്കെ ഉണ്ടാവും. നമ്മൾ സാധാരണ ഫ്ലാറ്റിലും നമ്മൾ താമസിക്കുന്ന ഫ്ലാറ്റിലും ഒക്കെ കയറിയിട്ടുള്ള വാക്കാണ് കോറിഡോർ. നാരോ ആയിട്ടുള്ള ഒരു, മലയാളത്തിൽ ഇടനാഴി എന്ന് പറയും. പിന്നെ അതുപോലെ തന്നെ റൂമിൽ പോയി കഴിഞ്ഞാലും നമുക്ക് സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരു വാട്ടർ കെറ്റിൽ ഉണ്ടാവും. അപ്പോൾ വാട്ടർ ഹീറ്റർ എന്ന് പറഞ്ഞാൽ സാധാരണ ബാത്റൂമിലൊക്കെ യൂസ് ചെയ്യുന്ന ഹീറ്ററാണ്. വാട്ടർ കെറ്റിൽ എന്ന് പറയുമ്പോൾ വെള്ളം ചൂടാക്കാൻ യൂസ് ചെയ്യുന്ന ഒരു വാട്ടർ കെറ്റിലാണ്. അതിന് നമുക്ക് കോഫിയും ചായയൊക്കെ ഉണ്ടാക്കാൻ, അതാണ് കെറ്റിൽ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ചിലർ ഉപയോഗിക്കുന്നതാണ് ടോയ്ലറ്ററീസ്.
എന്താണ് ടോയ്ലറ്ററീസ്? അത് ചോദിക്കുമ്പം നമുക്ക് അതെന്താണ് എന്ന് മനസ്സിലാവാത്ത ഒരു ഇത് വരാറുണ്ട്. സാധാരണ സോപ്പ്, ഷാംപൂ, കണ്ടീഷണർ ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മളൊരു വാഷ്റൂം, ഒരു ബാത്റൂമിലൊക്കെ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് ടോയ്ലറ്ററീസ് എന്ന് പറയുന്നത്. പിന്നെ ഇപ്പോൾ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പറയാം, പലർക്കും മാറിപ്പോകുന്ന കുറച്ച് വാക്കുകളാണ് ടോയ്ലറ്റ്, ബാത്റൂം, വാഷ്റൂം. കേൾക്കുമ്പോൾ എല്ലാം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്ത് യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇതുപോലുള്ള വലിയ ഹോട്ടലിലൊക്കെ പോകുമ്പം സാധാരണ നമുക്ക് കുളിക്കാനും ഉള്ള ഒരു ഫെസിലിറ്റി ഉണ്ടെങ്കിലാണ് അതിനെ ബാത്റൂം എന്ന് പറയുന്നത്. അല്ലാതെ യൂറിനൽസും കൊമോഡ്സും പിന്നെ ഒരു വാഷ് ബേസിനും മാത്രമാണെങ്കിൽ അതിനെയാണ് ടോയ്ലറ്റ് എന്ന് പറയുന്നത്. അവിടെ കുളിക്കാനുള്ള ഫെസിലിറ്റി കൂടുതലും കാണില്ല, അതിനാണ് ടോയ്ലറ്റ് എന്ന് പറയുന്നത്. കുളിക്കുകയും കൂടിയുള്ള ഫെസിലിറ്റി ഉള്ളതിനെയാണ് ബാത്റൂം എന്ന് പറയുന്നത്. പിന്നെ ചിലർ വാഷ്റൂം എന്ന്, വേഴ്സ് വാഷ്റൂം എന്ന് വയ്ക്കും. അത് മിക്കവാറും തന്നെ കൈ കഴുകാനുള്ള ആ ഒരു സ്പേസും പിന്നെ ചിലപ്പം ഒരു യൂറിനലും കൊമോഡും ഉണ്ടാവും. അതാണ് വാഷ്റൂം എന്ന് പറയുന്നത്. ചിലടത്ത് അവർ വാഷ്റൂം, വേഴ്സ് വാഷ്റൂം എന്ന് ചോദിക്കാറുണ്ട്. പിന്നെ ഈ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അടുത്തതിലേക്ക് നമ്മൾ പോകുന്നത് ഒരു ഹോട്ടലിൻ്റെ തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഏരിയയിലാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഡീറ്റെയിൽസും കൂടി ഇതിൽ ഞാൻ ഉൾപ്പെടുത്താം. അവിടെ നമ്മൾ കയറി ചെല്ലുമ്പോൾ കേൾക്കുന്ന ഒരുപാട് വാക്കുകളുണ്ട്. അതിൽ ഏറ്റവും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു വാക്കാണ് ബുഫേ. ചിലരിതിനെ ബഫേ എന്ന് പറയും. എനിക്ക് തോന്നുന്നു അമേരിക്കൻസിൽ കൂടുതലും ബഫേ എന്നാണ് പറയുന്നത്. ബ്രിട്ടീഷ് പ്രൊനൗൺസിയേഷനിലാണ് ബുഫേ എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കൂടുതലും കേട്ടിട്ടുള്ള ഒരു വാക്കാണ് ബുഫേ. ടി സൈലന്റ് ആണ്. ചിലർ ടീം യൂസ് ചെയ്യാറുണ്ട്. ഇതിന് പല രീതിയിലുള്ള ആൾക്കാർ പ്രൊനൗൺസ് ചെയ്യാറുണ്ട്. പക്ഷെ കൂടുതലും കേൾക്കുന്ന വാക്കുകളാണ് ബുഫേ അല്ലെങ്കിൽ ബഫേ. നമ്മൾ കണ്ടിട്ടുണ്ടാവും ലൈനായിട്ട് കുറേ ഭക്ഷണ സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം പിക്ക് ചെയ്ത് നമ്മുടെ പ്ലേറ്റിലെടുത്തിട്ട് നമ്മളൊരു ഡൈനിങ് ഏരിയയിൽ പോയിരുന്ന് ഭക്ഷണം കഴിക്കും. പിന്നെ നമ്മളിവിടെ കേൾക്കുന്ന വേറൊരു വാക്കാണ് ക്വിസീൻ. സ്പെല്ലിംഗ് ഞാൻ താഴെ കൊടുക്കാം. ക്വിസീൻ എന്ന് പറയുമ്പോൾ ഒരു പാചക രീതി. നമ്മൾ ഇന്ത്യൻ അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ തന്നെ നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ അല്ലെങ്കിൽ ചൈനീസ്, ടർക്കിഷ്, കൊറിയൻ, ജാപ്പനീസ്, അറബിക്, ഇങ്ങനെയുള്ള ഓരോ മിക്കവാറും തന്നെ ഒരു രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട ഭക്ഷണ രീതിയാണ് ക്വിസീൻ. എന്ത് തരം ക്വിസീൻ, വാട്ട് കൈൻഡ് ഓഫ് ക്വിസീൻ വുഡ് യു ലൈക്ക് ടു ഹാവ് എന്ന് ചോദിക്കുമ്പോൾ ഇന്ത്യൻ, ചൈനീസ്, കോണ്ടിനെന്റൽ എന്നൊക്കെ ആൾക്കാർ പറയുന്നത് കേൾക്കാം. ഈ വാക്കാണ് ക്വിസീൻ. അതിൻ്റെ പ്രൊനൗൺസിയേഷനും കൂടിയാണ് ഞാനിവിടെ പറയുന്നത്. പിന്നെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ കഴിക്കാനൊക്കെ ഭക്ഷണം കഴിക്കാനായിട്ടിരിക്കുമ്പോൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ കേട്ടിട്ടുള്ള കുറച്ച് വാക്കാണ് കട്ട്ലറി. ക്യാൻ ഐ പ്ലീസ് ഹാവ് കട്ട്ലറി. കട്ട്ലറി എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് സ്പൂൺ, ഫോർക്ക്, നൈഫ്. ഇതിനാണ് കട്ട്ലറി എന്ന ഒരു വാക്കുകൊണ്ട് പറയുന്നത്. അത് ചിലർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്, അതുകൊണ്ടാണ് ഞാനിവിടെ എടുത്തു പറഞ്ഞത്. പിന്നെ അതുപോലെ ടേബിളിലിരിക്കുമ്പം നാപ്കിൻസ് കൊണ്ടുവന്ന് വെക്കും. എന്താണ് നാപ്കിൻ? നമ്മൾ സാധാരണ ടേബിളിൽ കണ്ടിട്ടുണ്ടാവും സ്പൂണും ഫോർക്കും നൈഫും കൂടി വെച്ചിട്ട് ഒരു ടിഷ്യൂ ചിലപ്പോൾ ഇങ്ങനെ റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ടിഷ്യൂ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഫേസ് ടിഷ്യൂ അല്ല, കുറച്ചും കൂടി കട്ടിയുള്ള ടിഷ്യൂ, അതിനെ നാപ്കിൻ എന്ന് പറയാറുണ്ട്. പിന്നെ ചിലർ ക്ലോത്ത് നാപ്കിൻ എന്ന് പറയുന്നത് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന നമ്മുടെ കാലിൽ നമ്മളിങ്ങനെ ലെഗ്സിൽ, തൈസിൽ വെക്കുന്ന ഒരു ഭക്ഷണമൊന്നും കാലിലേക്ക് വീഴാതിരിക്കാൻ അല്ലെങ്കിൽ കൈ തുടയ്ക്കാനൊക്കെ യൂസ് ചെയ്യുന്ന അതിനെയാണ് ക്ലോത്ത് നാപ്കിൻ എന്ന് പറയുന്നത്. അപ്പം ഇതാണ് കുറച്ച് വാക്കുകൾ ഒരു ഹോട്ടലും അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റിലും നമ്മൾ പോകുമ്പോൾ സാധാരണ ബേസിക് ആയിട്ട് കേൾക്കാൻ ചാൻസ് ഉള്ള വാക്കുകൾ. ഇനി ഇതുപോലെ ഒരു നല്ലൊരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ നമുക്ക് ഒരുപാട് ഓക്വേർഡായിട്ട് ഫീൽ ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഭാഷ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു മീഡിയം മാത്രമാണല്ലേ. ഒരു ഭാഷ അറിയാത്തതിൻ്റെ പേരിൽ നമ്മളിതുപോലെ നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് ഒന്നും മാറ്റി വെക്കേണ്ട കാര്യമില്ല. ഒരു ബിസിനസ് ട്രിപ്പിന് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു 5 സ്റ്റാർ ഡിന്നർ, ചിലപ്പം ബർത്ത്ഡേസിനോ അല്ലെങ്കിൽ ഒരു വെഡിങ് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് പേർക്ക് ഇൻവിറ്റേഷൻസ് വരാറുണ്ട്. പക്ഷെ അവിടുത്തെ രീതി അറിയില്ല എന്ന് പറഞ്ഞിട്ട് എന്തിനാണ് നമ്മൾ മാറ്റി വയ്ക്കുന്നത്? നമ്മൾ ഓരോ ദിവസം പുതിയ കാര്യങ്ങൾ പഠിച്ച് വരുന്ന ആൾക്കാരാണ്. എനിക്ക് ആദ്യം ദുബായിൽ വന്നപ്പോൾ ഫോർക്ക് യൂസ് ചെയ്യാനൊന്നും അറിയില്ലായിരുന്നു. ഫോർക്കും നൈഫും ഒക്കെ യൂസ് ചെയ്യാൻ, അത് റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡിലൊക്കെ യൂസ് ചെയ്യും. ഇതിനെക്കുറിച്ച് ഞാൻ ടിക്കറ്റ്സ് ഉള്ള വേറൊരു വീഡിയോ ചെയ്യാം. എനിക്ക് യൂസ് ചെയ്യാൻ അറിയില്ലായിരുന്നു. അത് പറയുന്നതിന് എനിക്ക് ഒരു നാണക്കേടുമില്ല. ആദ്യമൊക്കെ പോകുമ്പോൾ ഞാൻ സ്പൂണ് കൊണ്ട് തന്നെ കഴിക്കുമായിരുന്നു, മാക്സിമം ഫോർക്ക് യൂസ് ചെയ്യുമായിരുന്നു. പക്ഷെ നൈഫ് യൂസ് ചെയ്യാനൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ പതുക്കെയാണ് കണ്ടു പഠിച്ചു, അല്ലെങ്കിൽ ഓരോരുത്തർ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ച് ആണ് ഇതൊക്കെ ഞാനും പഠിച്ചത് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഇനിയുള്ള വീഡിയോയിൽ ചെയ്യാം. ഇന്നിപ്പോൾ സാധാരണ നമ്മൾ കേൾക്കുന്ന കുറച്ച് വാക്കുകൾ, നമ്മൾ ഫെമിലിയർ ആയിട്ടിരിക്കുന്ന കുറച്ച് വാക്കുകളെ കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം.